അപ്പൊ ചങ്ങായിമാരെ ഞമ്മ ഇപ്പൊ വന്നിട്ടുള്ള റുമാമ്പായത്തിന്റെ തോട്ടത്തിലേക്ക് വീഡിയോ പിടിച്ച പ്രശ്നമില്ലല്ലോ നിങ്ങളത് മാഷാഅല്ലാ അടിപൊളിയല്ലേടാ ചിക്കമംഗ്ലൂർ സിറ്റിയിലേക്ക് എത്തി നോക്കൂ ഗായ്സ് എല്ലാ കൃഷിയും ഒരു ആഗ്രഹിച്ചിരുന്നത് ഓരോതാണ് കൃഷി ഈ ചക്കന്റെ ഇത് ചിലത് അളസുണ്ട് ചിലത് ബീൻസ് വണ്ടി കിട്ടും അതിനെ നല്ല കനുണ്ട് നമുക്ക് ഗൊണ്ടപ്പൂവിന്റെ തോട്ടം അതിന്റെ ഇപ്പുറത്തെ എന്തിൻ്റെ തൈയുണ്ടു ഇതാണ് അയ്യനക്കര് അതോടെ പാർക്കിംഗ് ആക്കിയിട്ടില്ല വരണി ചക്കര ചുരങ്ങ ലാസ്റ്റ് ഇട്ടിട്ടാണ് ഡ്രാഗന്റെ നീരുള്ളി ഉള്ളിന്റെ തോട്ടം ഉള്ളി വിളഞ്ഞിട്ടില്ല ഇതാണ് ജോള ചായപ്പൊടി എല്ലാം എടുത്തിന് ചായ വെക്കുന്ന പരിപാടിക്കില്ല ഇരുന്നിട്ട് തായോളം ജാറിക്കൊണ്ട് പോയിന് ഒരു പാറന്റെ ഉള്ളിലാണ് ആടുകളെ കഴിഞ്ഞിട്ട് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടാകുമ്പോ നല്ല റൂം കിട്ടീന് ഇതാണ് ടൊമാറ്റോന്റെ തൈ എത്തി കേബേജ് തോട്ടം ഒന്ന് അറിയോ എനിക്കറിയാ എന്നിന്റെ ഇപ്പൊ ഇവിടെ ഫ്രഷ് കരിമ്പ് അപ്പുറം കരിമ്പിന്റെ തോട്ടം കുറച്ച് അപ്പുറം പോണം പാവങ്ങളെ തിന്ന് എങ്ങനെ തിന്നല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ രണ്ടാമത്തെ നാള് ചിക്കമംഗ്ലൂരിന്റെ ഞങ്ങൾ ഇപ്പൊ ജാവകൽ വന്നിട്ട് ജാവകല്ലിൽ എന്തിനേലും കുറച്ച് ഇത് റൂമൊക്കെ കുറച്ച് കുറവ് കിട്ടുന്നത് അങ്ങനെ ജാവകലോട് ദർഗനോടെ ഭയങ്കര റൂം ഉണ്ടു 500 രൂപയെല്ലാം ഉണ്ട് മാത്രം അത്ര റൂം പിടിച്ചിട്ടില്ല കഴിഞ്ഞ കുറി വന്നപ്പോൾ ഞാൻ കുറച്ച് ദർഗ കഴിഞ്ഞിട്ട് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടാകുമ്പോൾ ഒരു നല്ല റൂം കിട്ടീനി അങ്ങനെ അവിടെ നോക്കുമ്പോൾ നാട്ടുകാരാണ് അവിടെ റിസപ്ഷനിലുള്ളത് ലോഡ്ജ് അപ്പോൾ അവിടെ എത്ര ജസ്റ്റ് 1000 രൂപീസ് 6 ആൾക്ക് ബിന്ദാസ് കിടക്കാനുള്ള ജാഗ എനി ടൈം ഇത് തണ്ണി ചൂടു അങ്ങനെ എല്ലാം കിട്ടി അപ്പോൾ എങ്ങനെ ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നാളുടെ യാത്ര തുടങ്ങിയാണ് അപ്പോൾ എന്ത് ചെലവുള്ള സെലക്റ്റായില്ലേ എന്ത് പേരൊന്നുമില്ല വേണ്ട ഇനിയിപ്പോൾ എന്ത് തിന്നിട്ടാണ് ബായ്ക്ക് എന്ത് ബാഡ് വായിച്ചിട്ട് ഹോട്ടൽ കാത്തിന് മാത്രമല്ല കൂടെ പൊറോട്ട ഞങ്ങൾക്ക് പിടിക്കുന്നുമില്ല ദോശ പിന്നെ ഇഡ്ഡലി അങ്ങനത്തെ എല്ലാം കിട്ടിയ കാട്ടി എന്തിനാ മണപ്പിക്കുന്ന പോയിട്ട് കവനില്ലേ അടിച്ചോ അപ്പൊ റെഡി പുഷ്പ ഓക്കെ ഗൈസ് അങ്ങനെ ഇന്നലെ ചായപ്പൊടി എല്ലാം എടുത്തിന് ചായ വെക്കുന്ന പരിപാടിക്കില്ല എ സി ഇടാനാ ഇടാ അപ്പോ യാത്ര തുടങ്ങാല്ലേ ഹായ് ചങ്ങായിമാരെ ഞമ്മ ഇപ്പോ ജാവകല്ലിന്ന് ബാണവാറ പോകുന്ന റൂട്ടിൽ ഹോട്ടൽ എന്ത് നല്ലത് കിട്ടുന്നില്ലല്ലോ അതിലേക്ക് ഓടെന്ത് ഹോട്ടൽ കണ്ട് എന്ത് പേര് ഹോട്ടൽ ശിവഗംഗ റൊട്ടിക്കോണം അപ്പോൾ ഇവിടെ കേട്ടാകുമ്പോൾ പൂരി ഉണ്ടു പിന്നെ ഇഡ്ഡലി ഉണ്ട് മതി നമുക്കതേ വേണ്ടി ഇഡ്ഡലി ഉണ്ടല്ലേ ചെലുത്താൻ അങ്ങനെ ഓരെല്ലാം കയറി ഹലോ ഗായ്സ് അങ്ങനെ ഞമ്മൂടെ ഉള്ളത് ഹോട്ടൽ ശിവഗംഗയിൽ എന്ത് മജാ ഗ്ലാസ് അടിപൊളി ചായ വെക്കും ചെറിയ ഗ്ലാസ് ഒരു രക്ഷയില്ല ഇങ്ങനത്തെ ചായ ഇല്ല ന്യൂസ് പേപ്പർ ഉണ്ട് എന്താ ഇന്നത്തെ വാർത്ത എന്ത് കപ്പൽ മുങ്ങിട്ടോ നാട്ടില് മഴ നല്ല വിഷയമില്ല നല്ല മഴ എന്ത് ക്ലൈമറ്റ് അറിയാം ഒട്രാസ് ഈ ഇങ്ങനെ ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഉണ്ടാക്കി വെച്ചല്ലോ വരുമ്പോ ഞങ്ങൾ ചങ്ങന്മാരെ ഞമ്മ ശിവഗംഗ ഹോട്ടലിൽ പാവങ്ങളെ തിന്ന് എങ്ങനെ തിന്നണെങ്കിൽ കണക്കേ ഇല്ല ഞങ്ങൾക്ക് ലാസ്റ്റ് അയാൾ തന്നെ കണക്ക് ചെല്ലത് എത്രയെന്ന് ഒട്രാസ് തിന്നെ പൂരിയും മറ്റേ ഇഡ്ലിയും ടോട്ടല് എത്ര തിന്നിട്ടും വലിയ ബില്ല് എന്തായിട്ടില്ല 700 രൂപ എത്രയാ 630 ഓൺലി 630 രൂപ അപ്പൊ 630 അങ്ങ് അത്ര തിന്നിനി ഞങ്ങളെ കണക്കിൽ 1000 മീറ്റർ കാണി അപ്പൊ നല്ല കാലത്തലത്തെ ഒരു നാഷ്ട ഒന്ന് സെറ്റപ്പിനെ കിട്ടി അത് നാഷ്ട ഒന്ന് കറക്റ്റ് കിട്ടിയെങ്കിൽ പിന്നെ യാത്രയുള്ള ഒരു മജ കിട്ടുന്നു ഉച്ചക്കത്തെ ഫുഡും അങ്ങനെ ഒന്ന് കിട്ടി എത്ര വലിയ കൊമ്പിന്റെ ചങ്ങായിമാരെ ഞങ്ങൾ ഇപ്പോൾ ജാവകല്ലിന്ന് ഞമ്മ ബാണവാറ പോകുമ്പോക്കില്ലേ നല്ലൊരു പ്ലേസ് ഉണ്ട് എന്ന് റുമാമ്പായത്തിൻ്റെ തോട്ടം ഞമ്മ കാണിക്കണ്ടേ നിങ്ങൾക്ക് കാണിക്കാം എന്ത് തോട്ടം റുമാമ്പായത്തിന് കാണുമ്പോൾ തന്നെ കൊതിയാന്ന് റുമാൻ അപ്പൊ ചങ്ങായിമാരെ ഞമ്മ ഇപ്പൊ വന്നിട്ടുള്ള റുമാമ്പായത്തിന്റെ തോട്ടത്തിലേക്ക് റുമാമ്പായ തോട്ടം വീഡിയോയിലെല്ലാം കണ്ടിനി ലൈവായിട്ട് ഫസ്റ്റാണ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ജാവകല്ലിന്ന് ബാണവാറ പോകുമ്പോക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ജാവകല്ലിന്ന് ഒരു 2.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വലിയ തോട്ടം എത്രയോ അക്കരെ ഉണ്ട്
ഒരു എക്സാമ്പിൾ ചെല്ലാം ഒരു 3 ഏക്കറെല്ലാം അപ്പുറ സൈഡെല്ലാം ഫുൾ ഇതന്നെ അതെല്ലാം കാണിക്കും അപ്പുറത്തെ പല എടുത്തായിട്ട് കാണിക്കുക പിന്നെ എടുത്തായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് സംഭവം ഈ വള്ളിയെല്ലാം കെട്ടിയില്ല ഇത് നോക്കിയല്ല ഇനിയിപ്പോൾ ബലിക്കണോ അവർ കേട്ടിട്ട് ബലിച്ചില്ലെങ്കിൽ ഒരു 10 കിലോ കൊണ്ടുപോകണം നാട്ടിൽ ബള്ളിയെല്ലാം കേട്ടിനില്ല എന്ത് മജാന്ന് അറിയോ ഇവിടെ ലൈനിൽ കറണ്ട് കൊടുക്കുന്നില്ല കറണ്ട് കൊടുക്കാനുള്ള അതിൽ അർത്ഥം കൊടുക്കുന്നില്ല തൊട്ടങ്ങ് ജസ്റ്റ് ചെറുങ്ങനെ അതിന് മാത്രമോ പൊത്തത് ഇപ്പൊ അവരിൽ കേൾക്കണം ഒരു 2 കിലോ തരുന്നാരാന്ന് ഇല്ലെങ്കിൽ 10 കിലോ എടുത്തോണ്ട് പോകണം അല്ലേ അടിപൊളി നല്ലൊരു ഫ്രഷ് മാത്രം എങ്ങനെ ആയിന് നോക്കി ഫുള്ള് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഒന്ന് കാട്ടിക്ക് ഇതൂടെ എന്താ അപ്പോൾ ഓരോ ഡീറ്റെയിൽ നമ്മൾ കേട്ട് അണാറിൻ്റെ ഡീറ്റെയിൽ ഇല്ലെങ്കിൽ 12 മാസം 13 മാസം ചില അപ്പോൾ ഒരു കൊല്ലം 1 മാസം ആകുമ്പോൾ തൈ വിളഞ്ഞിട്ട് റുമാമ്പയം ആവാൻ തുടങ്ങുന്നു റുമാമ്പയം ആയിട്ട് എത്രയാണോ 6 മാസമാണോ അതിനെ ബലിക്കണം അപ്പോൾ ഈ റുമാമ്പയം ഓരോ ഉണ്ടാക്കിയ റുമാമ്പയം ഇവിടെ അതൊരു 300-400 ഗ്രാംസ് എല്ലാം വരുന്നല്ലോ ഓരോന്നും ഇപ്പോൾ 4 മാസമായി ഇത് എന്ത് ഇരുമാമ്പയം ആവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി 2 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ബലിക്കുന്നതിന് ഞാൻ കേട്ട് ഇപ്പോൾ സെയിലാക്കാൻ തുടങ്ങിയാണ് അപ്പോൾ ചെല്ലി ഇല്ല തുടങ്ങിയിട്ടാ ഇനി ഒരു 2 മാസം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബലിക്കുന്നതെന്ന് അപ്പോൾ ഇതൊരു കാണാൻ കിട്ടി അടിപൊളി മജായി അപ്പോൾ അവൻ്റെ കെട്ടി എത്ര ഏക്കറിലുണ്ട് നിങ്ങളത് 5 ഏക്കറിലുണ്ടല്ല പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവൻ്റെ എളാപ്പൻ്റെ ഒരു ചങ്ങായി കിട്ടും ഇതിൻ്റെ ഓണർ അപ്പോൾ നല്ല മനസ്സും വിട്ട് ഉള്ളൊക്കെ വരണി വേണമെങ്കിൽ തിന്നോളി ചെല്ലോ നിങ്ങൾ വേണ്ട വിളഞ്ഞിട്ടില്ലല്ലേ ബുദ്ധിമുട്ടാക്കുന്നതിന് തുടക്കമല്ല വരുത് വേണ്ടെന്നല്ലേ സന്തോഷമായി പോയിട്ട് വരാൻ അല്ല ഡ്രോപ്പ് 250 വരാം അങ്ങനെ ചങ്ങായിമാരെ ഞമ്മ അവിടെ എന്ത് കാട്ടി റുമാമ്പയം കാട്ടി റുമാമ്പയത് കുറച്ച് ഇപ്പുറം 1/2 കിലോമീറ്റർ ഇപ്പുറം വരുമ്പോൾ ഫുൾ തോമട്ടൻ്റെ ഇഷ്ടം പോലെ തോമട്ടെ കായ് പോത്തിട്ടില്ല അതിൻ്റെ ബാക്ക് ക്യാമറ കാണിച്ചാൽ ബേലിട്ടിനി ആളാരില്ല ഇല്ല നിങ്ങൾ കേട്ടിട്ട് പോയിരാ ഇപ്പോൾ കേൾക്കാതെ പോയെങ്കിൽ ശരിയല്ല അവിടെ പെട്ടിട്ടെങ്കിൽ പിന്നെ പെട്ട് കേട്ടിട്ട് വരേണ്ടി വരും അപ്പോൾ ബാക്ക് ക്യാമറയിൽ ഞാൻ നിങ്ങൾക്ക് സൂം ആക്കിയിട്ട് കാണിക്കാം ടൊമാറ്റോൻ്റെ തയ്യാൽ നേരം ഞങ്ങൾ ഇന്നും നാട്ടിലേക്ക് എത്താണ്ടാജില്ല അല്ലെങ്കിൽ അവിടെ നിപ്പിച്ചുകൊണ്ട് പോകുന്നത് ടൊമാറ്റോൻ്റെ തോട്ടവും രുമാമ്പഴത്തിൻ്റെ തോട്ടവും ഇങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഫ്രഷ് കരിമ്പ് അപ്പുറം കരിമ്പിൻ്റെ തോട്ടം കുറച്ച് അപ്പുറം പോകണം ഞങ്ങൾ പോകാനില്ല അതുകൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന കരിമ്പുണ്ട് ഇവിടെ അതിൻ്റെ ജ്യൂസാക്കി കുടിക്കാം ജ്യൂസാക്കി ഞങ്ങൾ കുടിക്കുന്നതല്ല ഞങ്ങൾ ജ്യൂസ് ചെല്ലാം ഫ്രഷ് കരിമ്പിതാ കൊത്തിയിട്ട് ഇപ്പോൾ കാണുന്നത് എത്ര കൊത്തിയിട്ട് കാണുന്നിട്ട് ഇതാ വണ്ടിയിലുണ്ട് ഇതാ വണ്ടിയിലൂടെ എന്ത് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് അല്ലടാ ബസ് സ്റ്റാൻഡ് നോക്കിയാലോ ഇവിടുത്തെ പിക്ക് എടുക്കും തല്ലി ആക്കുന്നത് പിക്ക് എടുക്കും വാൻ്റത് അങ്ങനെ അങ്ങ് ഇന്ന് ഒന്നിനും വിടുന്നില്ല എല്ലാ തോട്ടത്തിലേക്ക് കയറ്റാൻ നിൽക്കുന്നത് അപ്പോൾ ഇതെന്തിൻ്റെ തോട്ടം എന്നറിയോ എനിക്കറിയോറാ എന്തിൻ്റെ ശുണ്ടിനല്ല ഇഞ്ചിൻ്റെ അപ്പോൾ ഇഞ്ചിൻ്റെ തോട്ടത്തിലേക്ക് വന്നതിനെ എല്ലാം കണ്ടോണ്ടേ പോവാം ഇവിടെയൊക്കെ വന്നത് അതൊരു മജ വേറെ ഉണ്ട് ഈ കുറി ഞങ്ങൾ പ്ലാൻ ഇട്ടുന്നെന്തെങ്കിലും എല്ലാം കണ്ടോണ്ടേ പോകുന്നു എത്ര ദൂരമാങ്ങോ എത്ര ഉള്ളൊക്കെ പോയങ്ങോ എല്ലാ തോട്ടം കണ്ടോണ്ടേ പോകണം അങ്ങനെ അതിന് നിങ്ങൾക്കൊന്ന് കാണിക്കാം സൂം ആക്കിയിട്ട് അല്ലേ ഒരിക്കലും വിടല്ലേ നട്ടതാണ് അങ്ങനെ വന്ന് ഇവിടേക്ക് എത്തി കേബേജ് അതിൻ്റെ തോട്ടത്തിലേക്ക് എത്തി ഇതാ ലോഡായിക്കൊണ്ട് വണ്ടിയിൽ ഇല കോസുന്നാ ആ
അതിന് ഞങ്ങൾക്ക് എടുത്തായിട്ട് കാണിക്കാം എങ്ങനെ അത് തൈ കണ്ടിട്ടുണ്ടോ കുറേ ആൾ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് കാണുന്നത്. എന്ത് കാണുന്നത്? അതിൻ്റെ തൈ അല്ല ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാം. എത്രയല്ല? 15. ഇതെല്ലാം വലിച്ചിട്ട് വെച്ചത് കൊത്തിയിട്ട് അടിയുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അത് ഇതിൻ്റെ ഉള്ളിൽ ഒഞ്ചിട്ടിരുന്നില്ല. ഇതാ ഇതിനെല്ലാം എടുത്തിട്ട് അമ്മാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഫുള്ള് തോട്ടം. ഞങ്ങൾക്ക് നുപ്പാട്ട് ടൊമാറ്റോൻ്റെ തോട്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം എന്താ വെച്ചാൽ റോഡ് സൈഡിൽ തന്നെ ബയ്യെല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ ഒക്കെ വന്ന് ടൊമാറ്റോൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളൊക്കെ തന്നെ കയറി നിങ്ങൾക്ക് എടുത്തായിട്ട് കാണിക്കണമല്ലേ? കാണിക്കാം. ഇതാണ് ടൊമാറ്റോൻ്റെ തൈ മാത്രമല്ല ടൊമാറ്റോ വാങ്ങിന് ഫുള്ളും. ഇങ്ങനെയാണ് ടൊമാറ്റോ ആണത്. ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ടൊമാറ്റോ. അപ്പർ സൈഡിൽ ലോഡ് ആയിക്കോണ്ട് കുറച്ച് ലോങ് സൂമാക്കിയിട്ട് വേണം കാണിക്കാൻ. ഇവിടെ വണ്ടിക്ക് ടൊമാറ്റോ ലോഡ് ആയിക്കോണ്ട് ഫുള്ള് എത്രയോ ഏക്കർ ഉണ്ടാവും. നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ കാണിച്ചിട്ട് നിപ്പിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്കും കാണിക്കാൻ നിന്നിട്ട് നടുവത്തല്ലേ ഒക്കെ പൂത്തിട്ടില്ല കായരെല്ലാം. ചിലത് പൂത്തിന്, ഇത് ചിലത് പോയിന്നല്ലോ. പൂത്തൊരു താഴേക്ക് വീണിതൊന്നും. ഇതിൻ്റെ തോട്ടത്തിൽ തന്നെ പിക്ക് എടുക്കൊണ്ടോ മജ്ജ വരും. അപ്പോൾ ഞങ്ങൾ എന്താക്കി ടൊമാറ്റോൻ്റെ തോട്ടത്തിലേക്ക് ലാസ്റ്റോളം പോയി ഒരു ബലിക്കുന്നത് കാണി. എന്ത് ബലിക്കുന്നത് നോക്കുമ്പോൾ മുന്നത്തെ തൈനെല്ലാം പൊച്ച് ഏറിയത്. ഇനിയിപ്പോൾ ഇവിടെ രുമാമ്പഴത്തിൻ്റെ തൈ നടന്ന സ്ഥലത്ത്. അപ്പോൾ അതിൽ കുറച്ച് എല്ലായിടത്തും ഇപ്പോൾ മുന്നേ എല്ലാം ഉണ്ടായ ജോളത്തിൻ്റെ ടൊമാറ്റോൻ്റെ എല്ലാം ഉണ്ടാഞ്ഞല്ലേ. ഇപ്പോൾ എല്ലാം ഹൈയസ്റ്റ് ഒരു രുമാമ്പഴത്തിൻ്റെ തന്നെ ഫോക്കസ് കൊടുക്കുന്നു. റേറ്റെല്ലാം നല്ല ഉണ്ട്. പിന്നെ നല്ല ഫസൽ വരുന്നു ഇവിടെ രുമാമ്പഴത്തിൻ്റെ. അങ്ങനെ അപ്പോൾ ഇതെല്ലാം വേസ്റ്റ് അല്ലേ, ഇതിനെല്ലാം പൊരിച്ച് ചേർന്നുകൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഗതി. അല്ല ഇതിനെല്ലാം നമുക്ക് അവർ പൊരിച്ചതിനെ കൊണ്ട് എങ്ങനെ 1 ക്വിൻ്റലെല്ലാം ആവുക. റേറ്റില്ല അതല്ലേ കുറച്ചല്ലേ. പോയല്ലേ എന്തോട്ട് ഈ ട്രിപ്പിൽ നല്ലൊരു കുറേ എല്ലാം കാണാൻ കിട്ടി നമുക്കല്ലേ. ആടിനെ റാശി വേണ്ട എത്ര കുരി ആടന്നെയാണ് എല്ലോ അല്ലേ. ആടന്നെ ಆಡುಗಳೇ ಇದು ಆಡಕ್ಕೆ ಬಿಲ್ಚೋಣ ನಿಂಗ ಅಣ್ಣವ್ರೇ ಎಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗೋದು ಇದು? ಹೌದಾ? ಸೇಲ ಇದು ಸೇಲ್ ಮಾಡ್ತೀರಾ? ಹಾಂ ಮೇಯಿಸ್ಲಿಕ್ಕೆ ಸೇಲ್ ಮಾಡ್ತೀರಾ ಇದು? ಎಷ್ಟು ಅದು? ಹಾಂ 15,000. ಹಾಂ 15,000 രൂപയല്ല ഒന്നിന്. ഇതാണ് എന്ത് ബാണപാറ. ജാവകല്ലിൽ നിന്ന് ബാണപാറക്ക് വന്നിട്ട് നമുക്ക് ഒരു പാറൻ്റെ ഉള്ളിലാണ് മക്ബറ. കുറേ ഉണ്ട്. ഈ പാറൻ്റെ ഉള്ളിലൊന്നുണ്ട് ഒരു സിംഗിൾ പാറ. ഇത് വെൽത്ത് അന്നൊരിക്കൽ കാണിച്ചിന് വീഡിയോ ഞാൻ ഒന്നും കൂടി. കഴിഞ്ഞ കുറി വന്നിട്ട് അമ്മ എന്താക്കിനോ ഇത് ഇരുന്നിട്ട് താഴെ ഓളെ ജാറിക്കൊണ്ട് പോയിനെ. അതിനെന്നെ കണ്ടിട്ട് ഒരു ആണി അടിച്ചിരുന്നതാ അല്ല പിള്ളേരാരും വീണില്ല ജാറിട്ടെന്ന് അറിയാം. ഈ കുറി വന്നിട്ട് അമ്മ ഇത് ആണി അടിച്ചിട്ടുണ്ട് തലേന്തലക്ക് ഫുള്ളും. അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന ഒരു ജാറല്ല സീത താഴെ പോയിട്ട് എത്തുന്നു. ഇപ്പോഴത്തെ സൈക്കിളിലായിട്ട് ആണി അടിച്ച് കളിക്കുന്നത്. ചങ്ങായിമാരെ ഇതൊന്നും കണ്ടിട്ടില്ലാന്ന് വേണ്ട, ഇത് നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെ കാര്യം. എന്ത് ജോള അപ്പോൾ ജോളത്തിൻ്റെ തോട്ടത്തിലേക്ക് ഞങ്ങൾ എൻട്രായി. ഇതാണ് ജോളത്തിൻ്റെ തോട്ടം. കാരണം ഫുള്ള് ജോളത്തിൻ്റെ തോട്ടമാണ് ഇത്. ഈ ജോളം നിങ്ങൾക്ക് കാണിക്കണ്ടേ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടേ സാവാതെ കാണിക്കോ. ഇതാ ഇതിനെ കാണിക്ക്. ഹെൽത്ത് വെളിഞ്ഞിട്ടില്ലല്ലേ ജോളം നോക്കി. ഇതാണ് ജോളം വെളിഞ്ഞിട്ടില്ല. ബെൽക്കണ്ട ഇതാ ഈ ജോളത്തിൻ്റെ തോട്ടം. ഇതെന്താ ഇതിൻ്റെ കൊടിയിൽ ഇതിൻ്റെ നെല്ല പൂവല്ലേ. ഇതാണ്
ഇതിൻ്റെ ഉള്ളിലാണ് ജോളം ഇങ്ങനെ ആന്ത് ഇങ്ങനെ പൊലിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് നാട്ടിലേക്ക്. ഏതരാ വെളിഞ്ഞതുണ്ടെങ്കിൽ ಬೆಳೆഞ്ഞിട്ടില്ല അത് ഇതാ ഫ്രഷ് നോക്കില്ല ಬೆಳೆഞ്ഞിട്ടില്ല എൽത്തര ഇനി വിളിച്ചെന്നിട്ടാ അല്ലേ നല്ല ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ പോയി റോഡിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടേ ഉണ്ട്. എന്നെ അളക്കിട്ട് പോകുന്ന പ്ലാനോ ചങ്ങായിമാരെ. നല്ല കാഴ്ച കണ്ടുകൊണ്ട് നല്ല റോഡും നല്ല തണുപ്പും നല്ലൊരു മരത്തിൻ്റെ ഇങ്ങനെ രണ്ട് സൈഡിൽ മരമായിട്ട് ചക്കരായ പട്ടണമാണ് നമ്മളിപ്പോൾ പോകുന്നത്. അയ്യനക്കരയിലൊക്കെ പോണേ. ചക്കരായ പട്ടണം പോകണം. ചക്കരായ പട്ടണം പോകുമ്പോൾ ഉള്ള റോഡാണ് ഇത്. അത് കൊട്ടേ നേരം ഒക്കുറാ ചങ്ങായിമാരെ. മതിയായിട്ടില്ല, ഞങ്ങൾക്ക് ഇനിയും കാണിക്കണം. നീരുള്ളി ഉള്ളിൻ്റെ തോട്ടം. ഉള്ളിൻ്റെ തോട്ടത്തിലേക്ക് എത്തിക്കൊണ്ടേ വന്ന് അപ്പം നിങ്ങൾക്ക് ഉള്ളി ആയിനായില്ലെന്ന് അറിയില്ല. ഉള്ളി തോട്ടത്തേക്ക് എത്തി ഇതെല്ലാം നടനത്തിലൂടെ. അപ്പോൾ അപ്പുറത്തെ ആയിന അതിനെ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ നെല്ലിയിൽ അരിയാക്കുന്നത് അതേ ടൈപ്പാണ് ഇതിൻ്റെ തൈ. എന്തിൻ്റെ ഉള്ളിൻ്റെ. ആഹാ എന്ത് മജ. പൊരിക്കലൊന്നും നോക്കില്ല. ഇത് ആയിനല്ലേ പൊരിക്കലാ? ആയിനാ ചെറുതാ നോക്കാം. ആയിട്ടില്ല. ഏത് ആയിനാ? ഇല്ല ആയിട്ടില്ലടാ. ചെറുതാ നട്ട് അവിടെ തന്നെ നട്ടിലേക്ക് ആയിട്ടില്ല. വെളിഞ്ഞിട്ടില്ല വെലിക്കണ്ടാ നോക്കാം. ഇല്ല വെളിഞ്ഞിട്ടില്ല വെളാണത്രേ. അപ്പോൾ ഞങ്ങൾ നോക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഉള്ളി. ചവിട്ടണ്ട അതിലേക്ക് കൃഷി ചിലപ്പോൾ ഈ നട്ടിട്ടുണ്ടോ ചവിട്ടണ്ട എടിയണി. അപ്പോൾ കണ്ടിട്ടില്ലേ ഇത് കണ്ടിട്ടില്ലാന്ന് വേണ്ട. ഇത് നീരുള്ളിൻ്റെ അതും കാണിച്ചു. ഇതാണ് ഡ്രാഗൻ്റെ തോട്ടം. അത് ഡ്രാഗൺ ആയിട്ടില്ലേ ഇതും കഴിഞ്ഞ് കണ്ടിട്ടില്ല എന്നിട്ട് വേണ്ട. എന്താണെന്ന് സവാദ് ഇല്ല ഇപ്പോൾ കുറേ പൊരിച്ചിട്ട് എറിഞ്ഞ ആയിട്ടില്ല എന്നിട്ട് ആയിട്ടുണ്ടാവും അല്ലേ? ആയിട്ട് ഇതായതാ? ഓക്കെ വേണ്ട ഇതിനെ കൊണ്ടുവന്ന് അടക്ക്. ഡ്രാഗൺ ആയിട്ടില്ല എല്ലാം കാണിക്കാം നിങ്ങൾക്ക്. സവാദ് ഇപ്പോൾ അടക്ക് പോന്നേ. ചക്കര ചുരങ്ങ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തോട്ടം ഉണ്ടാന്ന് നോക്കാം. എന്തുറ ഇത് വേസ്റ്ററാ? നല്ലതല്ലേ വേസ്റ്ററാ? വെളിഞ്ഞതാ? എത്ര വേസ്റ്റ് അല്ലേ ഇത്? എത്ര വേസ്റ്ററാ? എത്ര വേസ്റ്റ് പോയി. താത്തക്ക് വന്നിട്ടില്ല? ഇല്ല ഇരിക്കട്ടെ എത്ര എറിഞ്ഞിട്ട് കളിക്കുന്ന. അപ്പം അതെന്തിൻ്റെ തയ്യപ്പ നോക്ക പോയി. എന്ത് വണ്ടി പോതോടെ നിപ്പിച്ചിനി സർബത്ത് കയറ്റിക്കുവാ. ബൈ ഉണ്ടാ പോനി? ഇല്ല എന്ത് എന്നിട്ട് നോക്കാം. ഇതിരാ മറ്റേ നമ്മുടെ അലസണ്ടേ ഒക്കുറ അലസണ്ട അല്ലേ? വേണ്ടല്ലേ? നാട്ടിലുള്ളതല്ലേ? ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ലായിട്ട് വേണ്ട. ഇതെല്ലാം അലസണ്ട വെളിഞ്ഞിട്ടാ. അലസണ്ട വെളിഞ്ഞില്ല. പൊള്ളിയിടുന്ന എന്ത് പേടിക്കണ്ട നീ പോ. നമ്മൾ തന്നെ ഇത് അലസൻ്റെ അപ്പോൾ ഇത് കാണാൻ ഇതുണല്ലേ? അതായത് കണ്ടല്ലേ ഇനി പോയി ഇതെന്ന് എൻ്റെ തോട്ടം വലുത് നോക്കാം. ഇവിടെ എന്തല്ലെങ്കിലേ ചക്കര ചോരങ്ങ കണ്ടിനല്ലോ ഇവിടെ. അത് ഇവിടെ ആയിന്താന്നിട്ട് അറിയണല്ലേ? ഇതറ ഇവിടെ ഈ ലായിനറാ ഇതാ ഇനെല്ലാവരും എന്താക്കിനാറോ പൊരിച്ചിട്ട് കളിക്കിനാറ ബേജാറിൽ വേസ്റ്റ് ആയി ചെലുത്തിതാ നോക്കില്ല. ഇതാ ഇടീ ചക്കര പൊരിച്ചിട്ട് കളിക്കിനാറ. ഇതെല്ലാം അതിൻ്റെ തോട്ട തൈ ഉണ്ടാ ഞാൻ തോടല്ലോ അല്ലേ? കവുങ്ങിൻ്റെ ഇടയിലുണ്ടാ ഞാൻ അതിൻ്റെ ഇടയിലെല്ലാം തന്നെ നോക്കില്ല. മിഷീനിൽ ഇട്ടിട്ട് ബെടക്കായിട്ട് കളിക്കും. എല്ലാം വേസ്റ്റായിരിക്കും. ഇനി ഇവിടെ എന്താക്കുന്നുണ്ടോ ഫുള്ള് ഫ്ലൈന് ചാക്കുണ്ട്. എന്ത് സീൻ റഷ സൂപ്പറാ നല്ല മജ. ഹലോ ചങ്ങായിമാരെ, ഞമ്മ വന്നിട്ടുള്ള അയ്യനക്കേരി ചിക്കമംഗളൂരിൽ നിന്ന് ഒരു 18 കിലോമീറ്ററെല്ലാം ഉണ്ട്. നല്ല റോഡ് ടോപ്പ് ആൻഡ് ടോപ്പ് അയ്യനക്കേരി എന്ന് ലൊക്കേഷൻ അടിച്ചാൽ മതി. അപ്പോൾ വരുന്നു. ഇപ്പോൾ മാത്രം തണ്ണി നിറഞ്ഞിട്ടാ. തണ്ണി ഒരു മുക്കാപാതി ആയിട്ടുള്ളത്രേ. തണ്ണി നിറഞ്ഞ കുളിക്കാനല്ല വരുന്നത്. കഴിഞ്ഞ കോറി ഞാൻ ഈ വന്നപ്പോൾ ആ ബ്ലോഗിൽ കുളിക്കുന്ന സീനെല്ലാം വീട്ടിട്ട്. ഇതാണ് അയ്യനക്കേരി. ഫുള്ളു ഒരു ലേക്ക്.
അടിപൊളിയിലേക്ക് അതിൻ്റെ ബാക്ക് ക്യാമറയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. ഇതിലാണ് പോതവിടെ പാർക്കിംഗ് ആക്കി ഇതിലെ വരണി ബൈ ഞാൻ വന്നിട്ട് എന്താക്കാം ഈ ബൈയിലെ വരാം. ഇതിൽ വന്നിട്ട് തണ്ണി നിറഞ്ഞിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെ കുളിക്കാനെല്ലാം കഴിയും. തണ്ണി അതിൽ ഫുള്ള് നിറഞ്ഞെങ്കിൽ മാത്രം ഇതിലെ മീത്തലായിട്ട് തണ്ണി വരുന്നു അല്ലേ, ഇതിൻ്റെ മീത്തലായിട്ട് തണ്ണി വരുന്നു. അപ്പോൾ ഇത് ഇവിടെ എല്ലാം കുളിക്കാൻ ഇതാ ഇവിടെ എല്ലാം ഫുള്ള് തണ്ണി പോയിക്കൊണ്ടിരിക്കുന്നു നിറഞ്ഞിട്ട് ഇവിടെ എല്ലാം കുളിക്കാൻ വരുന്നു. ഇപ്പോൾ മാത്രം തണ്ണിയില്ല, ഇത്രയുള്ള. ഇപ്പോൾ എല്ലാ ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാണ് അയ്യനക്കര. അപ്പോൾ തണ്ണി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വരാം. 2 മാസം കഴിഞ്ഞിട്ടെല്ലാം വന്നെങ്കിൽ ബിന്ദാസൂടെ കുളിക്കാം മജേലി. എന്ത് മജ എന്ന് പറയും. കഴിഞ്ഞ കുറേ വീഡിയോ ഞാൻ ഇട്ടിനെയാണ് യൂട്യൂബിൽ, നോക്കാത്തവർ നോക്കിക്കോളി അയ്യനക്കരൻ്റെ വീഡിയോ. ഗായ്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ കിട്ടിയതാണ് നമുക്ക് ഗൊണ്ടപ്പൂവിൻ്റെ തോട്ടം. ഫുള്ള് ഗൊണ്ടപ്പൂ. എത്ര ഇപ്പം ആയിക്കൊണ്ട് വരുന്ന എത്രയില്ല, ഫുള്ളായിട്ടില്ല. ഫുള്ള് അതിന് തന്നെ തോട്ടം. അതിൻ്റെ ഇപ്പുറത്ത് എന്തിൻ്റെ തൈ ഉണ്ടു. എന്തിൻ്റെ തൈ എന്ന് അറിയല്ല. അറിയുന്നവരാരും കൊണ്ടും കമൻറ്റ് ഇട്ടോളൂ ഇത് എന്തിൻ്റെ തൈന്ന്. സൂമാക്കിയിട്ട് വേണം കാണിച്ചോളാം. ബെത്തലല്ലോ എന്തോ ആയിട്ടാവാത്തത് കൊണ്ട് അറിയാലോ എന്തിൻ്റെ തൈന്ന്. അങ്ങനെ പറയാം. എന്താ പറയുക, നമ്മൾ വന്നിട്ടുള്ള ചിക്കമംഗളൂരിൽ കുറച്ച് ഇപ്പുറം നമ്മൾ ചെല്ലില്ല അയ്യനക്കര വന്നിട്ട് അവിടെ എല്ലാ ഉണ്ട്. ടൊമാറ്റോ ഉണ്ട്, പിന്നെ മുളകും ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പിന്നെ ബീൻസും. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ടൊമാറ്റോ കാണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുളകും പിന്നെ ബീൻസാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ പച്ചമുളക് ഇതാ, പച്ചമുളക് അതിനെ കാണുന്നു. പച്ചമുളക് ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് ചിക്കമംഗളൂർ. ഓക്കെ, ഇതെല്ലാം പൗത്തത് കുറേ അത് വെളിച്ചോണ്ടുള്ളതെല്ലാം കാണിക്കും. ഇത് ചിലത് അളസുണ്ട്, ചിലത് ബീൻസ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ നാട്ടിലാണെന്നല്ലേ. എന്നും കൂടെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ പോകുന്ന ബെൽച്ചിട്ടായി എല്ലാവർക്കും. ഞാൻ കാണിക്കാം. ഇതാ ഗോണിൽ നിറച്ചിട്ടുള്ളതുണ്ട്, അത് ഞാൻ കാണിക്കാം നിങ്ങൾക്കിപ്പോൾ. ഓക്കെ, എല്ലാ കൃഷിയും ഒരു ആക്കി വെച്ചിരുന്നു. ഇത് ഓരോതാണ് കൃഷി. ഈ ചക്കൻ്റെ വിട്ട് മാത്രം വീട്. ഇത് മുളക്, അവിടെ ടൊമാറ്റോ, ഇത് ബീൻസ്, അളസണ്ട്, ഇതാണ് ഇഞ്ചി. അപ്പോൾ എല്ലാം ഒരേ തോട്ടത്തിലുണ്ട് ഇവിടെ. ഇതായിട്ടില്ല, ടൈം ആയിട്ടില്ല. വേനെടുക്കും, ഇതിന് കുറച്ച് നാൾ പിടിക്കും. ഇത് ಎಷ್ಟು ತಿಂಗಳು ಬೇಕು? 6 ತಿಂಗಳಾ? ശരി. ബീൻസ് എല്ലാം ഒരു ബെൽച്ചി കൊണ്ട് കാണാൻ കിട്ടിയിട്ടില്ല, അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഇതാ ബീൻസ് എല്ലാം ബെൽച്ചിക്ക് വെച്ചത് കാണുന്നു. ഇവിടെ 2 കോണിയായി. വണ്ടി കിട്ടുക എന്താ അതിനെ എത്ര നല്ല കനമുണ്ടത്. വേണ്ട ഇതാ ഫ്രഷ്. അപ്പോൾ പരക്കാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന അങ്ങനെ തരുന്നില്ല. ഇവിടെ ഗോണി എടുക്കുന്നത് മാത്രം, ഗോണി കൊണ്ടുവരുന്നത് കച്ചവടമാക്കണ്ട. കേട്ടിട്ടോ? ആ ഗായ്സ്, ഓ ഗായ്സ് നോക്കൂ ബാക്ക്ഗ്രൗണ്ട് മലയെല്ലാം. ഗായ്സ് ഞങ്ങൾ അവിടെ നിപ്പിച്ചോണ്ടേ പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ ചിക്കമംഗളൂർ സിറ്റിയിലേക്ക് എത്തി. ചിക്കമംഗളൂർ സിറ്റിയിലെത്തിയിട്ട് നമ്മൾ എന്താ പറയുക സംഭവം, കൂടവും നമ്മളെ പമ്പ് കണ്ടിട്ടാകുമ്പോൾ ഇളക്കുന്നില്ല. എല്ലാ പമ്പിലും നിപ്പിച്ചോണ്ടേ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സിറ്റി എത്തിയിട്ട് ഇനിയിപ്പോൾ നാട്ടിലേക്കാണ് പോകുന്നത്. ഒട്രാസി നല്ല വൈബായി, നല്ല ക്ലൈമറ്റ്. ഇവിടെ നിന്ന് ഇളക്കിയിട്ട് പോനി മനസ്സാകുന്നില്ല. എന്താക്കുന്നത്, നല്ല കുറേ ഡ്യൂട്ടി എല്ലാം ഉണ്ട് ഓർക്കും. അതുകൊണ്ട് പോകേണ്ടി വരുന്നത്. ഇവിടെ ഒരു പമ്പ് കിട്ടിയെങ്കിൽ അപ്പം നമ്മൾ നിപ്പിച്ചു തരും. ഇപ്പോഴാണ് ചിക്കമംഗളൂരിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ കാഴ്ചയെല്ലാം കാണിച്ചിട്ട് അപ്പോൾ സെക്കൻഡ് വ്ളോഗ് സ്റ്റോപ്പാക്കും. ഓക്കെ ചങ്ങായിമാരെ, നമ്മൾ മൂടുകേറിലാണുള്ളത്. മൂടുകേറിൽ വന്നിട്ടാകുമ്പോൾ ഒരു പള്ളി കയറി നല്ല ക്ലീൻ ആൻഡ് നീറ്റ്, നല്ല പാങ്ങായി കാണാൻ. തൈയെല്ലാം വെച്ചിട്ട് ഒന്നെടുക്കുന്ന ജാഗയെല്ലാം കാണിക്കുന്നത്. മാഷാ അല്ലാ, അടിപൊളിയല്ലറാ. നല്ലൊരു ഇതല്ല പച്ച അയച്ച് നമ്മളെ ഈ തൈയെല്ലാം കാണുമ്പോൾ കുസ്യാണ്.
ഇതാണ് ചങ്ങായിമാരെ നമ്മളെ മൂടുകരയാണ് ചെല്ലെങ്കിൽ ഇത് തന്നെ. അപ്പോൾ മൂടുകരയിൽ നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന കുറേ ആളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പാർക്കിംഗ് കൂടെ കിട്ടുന്നില്ല സൈഡിൽ വെക്കാൻ. ഒരു മീനിൻ്റെ പീടിയൻ്റെ ആൾ ഇവിടെ കയറ്റി നിങ്ങൾ എന്ത് പേടിക്കണ്ട കയറ്റി. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് പാർക്കിംഗ് നല്ല കിട്ടി. അവിടെ മൂടുകര ഫിഷ് സെൻറ്ററിൽ KM റോഡ് മൂടുകര. ഇതാ പുഷ്പ ഇതാ അവിടെ വണ്ടി പാർക്കിംഗ് ആക്കാൻ ഇയാൾ ഒരുക്കി തന്ന് ജാക്കെ. മീനെല്ലാം കുറേ പാക്കിന് മീനെല്ലാം ഉണ്ട്. ഇതെന്തെല്ലാം മീനുണ്ട് നോക്കാം. അപ്പോൾ ഉള്ളത് പോയ മീൻ അയില. വീഡിയോ പിടിച്ച പ്രശ്നമില്ലല്ലോ നിങ്ങളത്? നിങ്ങളെ പേരെന്ത്? അഷ്റഫ് എന്നാ? ഇതെന്നാടാ മുടുകര തന്നെ? വീഡിയോസ് എല്ലാം നോക്കുന്ന നിങ്ങൾ? അപ്പോൾ വീഡിയോസ് എല്ലാം കാണുന്നത് കൊണ്ട് നമുക്ക് പാർക്കിങ്ങിന് ഒരു വ്യവസ്ഥ ആക്കി തന്നയാള്. താങ്ക്സോ പാർക്കിംഗ് ജാഗ ആക്കി തന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ ചിക്കമംഗളൂരിൻ്റെ വ്ളോഗ് ഇവിടെയൊക്കെ ഉണ്ടായി. അപ്പോൾ നെക്സ്റ്റ് വടക്കങ്ങ് പോകുന്നെങ്കിൽ അവിടുത്തെ വ്ളോഗ് ആക്കാം. അപ്പോൾ ഈ വ്ളോഗെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.